ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് അവരുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിൽ പ്രസംഗിക്കുന്നു, പത്തനംതിട്ടയിൽ പ്രസംഗിക്കുന്നു. ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ, സ്ഥാനാർത്ഥിയൊക്കെ ഇപ്പോൾ അവർക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ശശി തരൂർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെയൊക്കെ പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടത് BJP പിണറായി വിജയൻ അനുരഞ്ജനത്തെക്കുറിച്ചാണ്. പത്തനംതിട്ടയിൽ പ്രധാനമായും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. വിവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയനെതിരെ നടപടിയില്ല, കൊടകര കള്ളപ്പണ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടിയില്ല, അങ്ങനെ ഒരു അനുരഞ്ജനത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കേരള സർക്കാരിനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നടക്കുന്ന റോഡ് ഷോയുടെ വിവരങ്ങളുമായി. സലിം, റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. എത്ര സമയം ഉണ്ടാകും ഇത്? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? മറ്റു വിവരങ്ങൾ? തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ശശി തരൂർ, UDF സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പം രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുകയാണ്. 1000-ലധികം പ്രവർത്തകരെ ഈ വലിയതുറ പ്രദേശത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസിനായി എന്നതാണ്. മാത്രമല്ല, ശശി തരൂരിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും വലിയ പരിപാടി കഴിഞ്ഞ 1.5 മാസത്തിലധികമായി ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ഉണ്ടെങ്കിലും ഇത്രയധികം വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ ഇതാദ്യമായാണ് കഴിയുന്നത്. ആ നിലയിൽ വലിയ നിലയിൽ ഒരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വലിയതുറ, ഈ റോഡ് മുഴുവൻ, ഏറെക്കുറെ ഈ റോഡ് മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ശശി തരൂരിന്റെ വിജയത്തിനായുള്ള പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. വലിയ തുറയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് ഷോ ചെറിയ തുറ, അത് കഴിഞ്ഞ് പൂന്തുറ എന്നീ പ്രദേശങ്ങളിലേക്ക്, ഭീമാപ്പള്ളി വഴി പൂന്തുറയിൽ സമാപിക്കും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ DK ശിവകുമാറിന്റെ റോഡ് ഷോ ശശി തരൂരിന്റെ വിജയത്തിനായി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഏറ്റവും വലിയ വിജയമാക്കി റോഡ് ഷോ മാറ്റുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായിരുന്നു. ആ നിലയിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി കഴിഞ്ഞ 3 തവണയും ശശി തരൂരായിരുന്നു UDF സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. 4ാമത് ശശി തരൂരിന്റെ വിജയം ഉറപ്പാക്കുക എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ മത്സരം എന്തായാലും ശശി തരൂർ നേരിടുന്നുണ്ട്. ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന് ഏറ്റവും കടുപ്പമേറിയ മത്സരം എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ എന്നിവരുടെ ഭാഗത്തു നിന്ന് വലിയ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ജയിച്ചു കയറുക എന്നുള്ളത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലങ്ങളിലേതുപോലെ സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി പ്രചരണം, അത് ഏറ്റവും അവസാന ലാപ്പിൽ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. ആ നിലയിൽ ആവേശകരമായ ഒരു പ്രചരണം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം. പ്രിയങ്ക ഗാന്ധി നടക്കുകയാണ്. നേരത്തെ മാധ്യമങ്ങളോട് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് മറുപടി കൂടി നൽകിയിരുന്നു. ആ മറുപടി എന്താണ് എന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. Don't scare him by saying jail. Don't scare who is he scared? Because we are not. Rahul is not scared of anything. He's not scared of jail. He's not scared of anything. And I think the whole country knows that and has seen it. Thank you. I think we should wait for the result and see. I think we're going to do very well. And I wonder on what basis they are so confident that they're going to get 400. രാഹുൽ ഗാന്ധിക്ക് ഒന്നിനെയും ഭയമില്ല, ജയിലിൽ പോകുന്നതിനെ ഉൾപ്പെടെ അദ്ദേഹം ഭയപ്പെടുന്നില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികളെയും അദ്ദേഹത്തിന് ഭയമില്ല, രാജ്യത്തിന് മുഴുവനും അത് അറിയാവുന്നതാണ് എന്നുകൂടി പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്നു. തിരുവനന്തപുരത്ത് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ
പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന റോഡ് ഷോ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അത് നടക്കുന്നത്. വലിയ തുറയിലാണ് റോഡ് ഷോ ഉള്ളത്. അത് പല മേഖലകളിലൂടെ ചുറ്റിത്തിരിഞ്ഞാകും 1 മണിക്കൂർ നേരമുള്ള റോഡ് ഷോ ആയി മാറുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വി എസ് ശിവകുമാറുണ്ട്, അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഇതിനുശേഷം ഏതെങ്കിലും പൊതുസമ്മേളനമുണ്ടോ? അതിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ടോ? ഈ റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണം ഏറെക്കുറെ പൂർണ്ണമായി സേവാദൾ പ്രവർത്തകർക്കൊപ്പം തന്നെ സുരക്ഷാ സംഘങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിലയിൽ വലിയ സുരക്ഷാ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഷോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ നിലയിൽ കൂട്ടം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജനക്കൂട്ടത്തിനിടയിലേക്ക്, ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്ന ഒരു തീർത്തും നാടകീയമായ രംഗങ്ങൾക്കാണ് ഇവിടെ സാക്ഷിയാകുന്നത്. ആളുകൾ പ്രിയങ്ക ഗാന്ധിയെ സ്നേഹത്തോടെ വാരിപ്പിടുന്ന കാഴ്ച, അവരെ പ്രിയങ്ക ഗാന്ധിയെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വല്ലാതെ പാടുപെടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയായ ശശി തരൂരും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അപ്രതീക്ഷിത നീക്കം. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. വലിയ ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടത്തിനിടയിലേക്ക് പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ നിറങ്ങുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിലായി കാണാൻ കഴിഞ്ഞത്.